മാർച്ച് മാസം പ്രാർത്ഥനാ മാസം. മാർച്ച് മാസം പ്രാർത്ഥനാ മാസം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ ഇന്നലെ 1-ാം തീയതി ഈ മാസത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ മാസം മുഴുവൻ കുടുംബ നവീകരണ മാസമായിരുന്നു. കുടുംബ നവീകരണ മാസത്തിൽ കുടുംബ നവീകരണങ്ങളെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെ നവീകരിക്കേണ്ടതായ ചിന്തകൾ ഒത്തിരി ദേവദാസന്മാർ പങ്കുവെച്ചു. എളിയവനും വിഷയാസ്പദമായിട്ട് ആ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് പ്രാർത്ഥനാ മാസമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം, വളരെ ശാന്തമായിട്ട് ചിന്തിക്കാം. എന്നെ ഈ മാസങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം പ്രചോദനം തരുന്ന ചില ചിന്തകൾ പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? അതിന് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ, ബൈബിളിലെ ഒരു പുരാതന പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അവിടെ ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു എന്ന് കാണുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. 10 മക്കളാണ്, 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടാകരുന്നവൻ. അങ്ങനെ സകല പൂർവ്വ ദിഗ്വാസികൾ മഹാനായ ആ മനുഷ്യന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്നെ അത്ഭുതപ്പെടുത്തിയത്, അവൻ്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു കുടുംബമാണിത്. നമ്മൾ ഈ കുടുംബ നവീകരണ മാസത്തിലൊക്കെ ചിന്തിക്കാൻ ഒക്കുന്ന ഒരു കുടുംബമാണ് ഇയ്യോബിൻ്റെ കുടുംബം. ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, ഇയ്യോബ് 10 മക്കളുണ്ട്, 7 മക്കളും 3 സഹോദരിമാരുമായിട്ട് 10 മക്കളാണ്, ആൺപിള്ളാരും പെൺപിള്ളാരുമായിട്ട്. അപ്പോൾ ഇവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, ഓരോ അതിൻ്റെ ആ ടേൺ വരുന്ന അനുസരിച്ച്, അത് ടേണൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഇടയോധൻ്റെ ഒക്കെ ടേൺ ഇടുന്ന പോലെ ഈ പിതാവ് തന്നെ ആയിരിക്കാം ടേൺ ഇടുന്നത്. ഈ മാസം ഇന്ന വീട്ടിൽ, അടുത്ത മാസം ഇന്നവൻ്റെ വീട്ടിൽ. അപ്പോൾ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ഈ കുടുംബ സംഗമം നടക്കുമ്പോൾ 10 പേരില്ലേ, അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് 3 സഹോദരിമാരെ ആളയച്ച് വിളിപ്പിക്കും. അപ്പോൾ അതായത് മൂത്തവൻ്റെ വീട്ടിൽ പ്രാർത്ഥനയാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടായ്മയാണെങ്കിൽ, ആളയച്ചിട്ട് കെട്ടിച്ച് വിട്ട പെൺപിള്ളാരെയൊക്കെ കൊണ്ടുവരും. വണ്ടിയൊക്കെ വിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ അളിയന്മാർ പറയായിരിക്കും വേണേ വന്ന് കൊണ്ടുപോയിക്കോളാൻ, വരുന്ന പക്ഷിയൊന്നുമില്ല, വന്ന് കൊണ്ടുപോകാൻ പറയുന്ന അളിയന്മാരായിരിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും അളിയന്മാരെയും പിള്ളേരെയും പെങ്ങളെയെല്ലാം വിളിച്ചുകൊണ്ട് വരും. 3 പെങ്ങന്മാരെയും ആളയച്ച് വിളിപ്പിക്കും. എന്നിട്ട് ഈ 10 പേരും കൂടെ കൂടും. എന്തൊരു സന്തോഷമായിരിക്കും, എന്തുമാത്രം ചെറുമക്കൾ കാണും. ഇത്രയും 10 പിള്ളേരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാം കൂടെ കൂടുകയാണ്. അപ്പോൾ ഈ കൂടിയിട്ട് വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ, അങ്ങനെയാണ് എഴുതിയിരിക്കുക, വിരുന്ന് നാളുകൾ ആൻഡ് വെൻ ദ ഡേയ്സ് ഓഫ് ദ ഫീസ്റ്റ് ഹാഡ് റൺ ദെയർ കോഴ്സ്. വിരുന്ന് നാളുകളൊക്കെ ഇങ്ങനെ തികയുമ്പോൾ ഇയ്യോബ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇയ്യോബിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, ഈ കുഞ്ഞുങ്ങളെ ആദ്യം അവരാളയച്ച് ഇവരെല്ലാം കൂടെ കൂടും. അപ്പോൾ അടിപൊളി പരിപാടിയാണ്. ഇത്രയും പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയാണ്. എന്തൊരു സന്തോഷമായിരിക്കും, അതൊരു ഗെറ്റ് ടുഗദർ ആയിരിക്കും. അത് എന്തൊരു ഒരു സ്നേഹത്തിൻ്റെ, ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു ഉത്സവവും ഒരുമയും ഒക്കെയാണ്. പക്ഷേ ഇത് കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടമുണ്ട് ഇയ്യോബ് ആളയച്ച് വിളിപ്പിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യം, എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് നന്നാ രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെയില്ല ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്നതെന്ന് കാണുകയാണ്. ഉണ്ടോ? ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്ന ഒരു കാര്യമാണ്, അവിടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിച്ചു, അവരെ ആളയച്ച് വിളിപ്പിച്ചു. അപ്പം നമുക്ക് ഇയ്യോബ് വലിയൊരു മാതൃകയാണ്. ഈ പ്രാർത്ഥനാ മാസത്തിൽ ഇയ്യോബ് വലിയൊരു മാതൃകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ കണ്ടോ? ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. നീ എൻ്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈമലർത്തുമ്പോൾ നിൻ്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിൻ്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. നീതികേട്, നിൻ്റെ കയ്യിൽ ദ്രോഹം ഉണ്ടെങ്കിൽ അതിനെ അകറ്റണം. നീതികേട് നിൻ്റെ കൂടാരത്തിൽ വെച്ച് പൊറുപ്പിക്കരുത്. അതുകൊണ്ട്
ഇയ്യോബ് ചെയ്യുന്നൊരു കാര്യമാണ് മക്കളെ എല്ലാം കൂടെ വിളിച്ച് വരുത്തിയിട്ട് അവരെ ആളെന്നോണം ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. എന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ നമുക്ക് 7 പുത്രന്മാരും 3 പുത്രിമാരും അങ്ങനെ 10 മക്കളെന്നൊക്കെ ഉള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം. എങ്കിലും ഇവിടെ ഉള്ള മക്കളുടെ സംഖ്യയ്ക്കനുസരിച്ച് ആളയച്ച് വിളിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇയ്യോബിനെ കാണാം. എന്തുകൊണ്ടാണ് ഇയ്യോബ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അവരൊരു പക്ഷേ പാപം ചെയ്ത് ഹൃദയം കൊണ്ട്, പുറത്തൊക്കെ ഈ പിള്ളേർ ഡീസൻ്റാണ്, ഹൃദയം കൊണ്ട് അങ്ങേ ത്യജിച്ചു പോയി എന്ന് പറഞ്ഞ്, നമ്മുടെ കൂടെ അവധിക്ക് വരുമ്പോഴൊക്കെ പിള്ളേർ യോധനൊക്കെ വരുന്നുണ്ട്, പുറത്തെല്ലാം ഡീസൻ്റാണ്, പക്ഷേ ഹൃദയം എങ്ങനെ ഇരിക്കുക എന്ന് ആർക്കാ അറിയുക? അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുന്ന ഇയ്യോബിനെ കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. വളരെ രാവിലെ എഴുന്നേറ്റിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഇയ്യോബിനെ കാണാറുണ്ട്. അവർ ഹൃദയം കൊണ്ടെങ്കിലും ത്യജിച്ചു പോയോ എന്നറിയാം. ഞാനിത് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, വെൻ എവർ വി റീഡ് ബൈബിൾ, ഈ ബൈബിൾ ഇൻ വൺ ഹാൻഡ് ആൻഡ് ന്യൂസ് പേപ്പർ ഇൻ അനദർ ഹാൻഡ്. പത്രം ഒരു കൈ വെക്കണം, ബൈബിൾ ഒരു കൈ വെക്കണം, എന്നിട്ടാണ് നമ്മൾ വായിക്കേണ്ടതെന്ന് പറയാറുണ്ട്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കിയൊക്കെ ചില സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുക. നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയും? ഒരു മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ ട്രെയിന് മുമ്പിൽ ചാടുക, ഒരു കുഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തി വെട്ടിക്കൊല്ലുക, പ്രണയിനിയും ഉമ്മ കൊടുത്തിട്ട് കൊല്ലുന്നു, അനിയനെ മന്തി കൊടുത്തിട്ട് കൊല്ലുന്നു, മറ്റൊരിടത്ത് അപ്പനെ 27 വെട്ടി കഴുത്തറുത്ത് കൊല്ലുന്നു. ഇതൊക്കെ സത്യത്തിൽ രാവിലെ പറയാൻ നോക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ 2-3 സംഭവങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തെ ആ സംഭവങ്ങളിലൊക്കെ പത്രങ്ങളൊക്കെ അതിനെ വിശകലനം ചെയ്യുന്നുണ്ട്, ചർച്ചകളിലൊക്കെ. ഒരിടത്ത് കാണുന്നത് അവൻ്റെ ഈ പൈശാചികമായ ആരാധനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ആ ആരാധനകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞങ്ങനെയൊക്കെ ആയതെന്ന് പറയുന്നത്. അവൻ്റെ മുറിയിലൊക്കെ കണ്ട ചില കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ഉത്തരാധുനിക ലോകത്ത് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളെ അന്ധവിശ്വാസികളാക്കും. ഒരു പക്ഷേ ഞാനീ പറയുമ്പോൾ തന്നെ അന്ധവിശ്വാസം ആണ് പ്രചരിപ്പിക്കുന്നതൊക്കെ പറയാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് പറയുകയും, കാരണം ആരെങ്കിലുമൊക്കെ പറയണ്ടേ. പൈശാചിക ആരാധനകളിൽ കുടുങ്ങിപ്പോകുന്ന വലിയൊരു സമൂഹത്തെ നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്. എന്തുമാത്രം മക്കൾ, നിങ്ങൾ ആര് കാണുന്നതിനെക്കാട്ടും ഒരു പക്ഷേ കൂടുതൽ കുഞ്ഞുങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഞാനെടുക്ക് വരാറുണ്ട്, കൊണ്ടുവരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അത് മുഴുവൻ അനുഭവങ്ങൾ വിളിച്ചുകൊണ്ടാണ് പറയുക, പൈശാചിക ആരാധനകളിൽ മക്കൾ പോയി കുടുങ്ങുന്നുണ്ട്. അത് ചിലപ്പം പലപ്പം പല രീതിയിലായിരിക്കും. ഈ ടെൻഷൻ അടിക്കുന്ന മക്കൾക്കൊക്കെ പറയുകയാണ് ഇന്നടുത്ത് പോവുക, ഇന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ചിലരെ ഇങ്ങനെ മുറിയിലൊക്കെ വിളിച്ചു വരുത്തി നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവിടെ ചിലപ്പം ദൂതന്മാരാന്നൊക്കെ പറഞ്ഞായിരിക്കാം വിളിച്ചു വരുത്തുന്നു. അതിൻ്റെ ബോർഡുകൾ, ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് പല റൂമുകളിൽ. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയുള്ളതിനകത്തൊക്കെ പോയി പറ്റിപ്പോയ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, പിന്നെ ഇതിനകത്തൊന്ന് ഊരി വരാൻ പാടാം. ആണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയും. ചില ഈ അവിടുന്ന് ഇവിടുന്നും കൊണ്ടുവരുന്നതൊക്കെ ദേഹത്തൊക്കെ കെട്ടിക്കും, പച്ച കുത്തിക്കും. വിശ്വാസ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാനീ പറയും. ഞാനിപ്പം വിശ്വാസികളായാൽ ഒരു വിശ്വാസ സമൂഹത്തെ നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ആവശ്യം കൂടല്ലേ. അപ്പോൾ യാതൊരു കാരണവശാലും ഈ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പൈശാചിക ആരാധനകളിൽ പോയി കുടുങ്ങരുത്. അതിനകത്ത് പറ്റിപ്പോകുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ തമാശയ്ക്ക് തുടങ്ങും. ചില ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ചില മക്കൾ അറിയാവുന്ന ഇതൊക്കെ എന്നാന്ന് അറിയാൻ വേണ്ടി കൂട്ടത്തിൽ പോയിട്ട് പിന്നെ ഊരി വരാൻ കഴിയാത്ത പോലെ കുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ഒരു വലിയ അപകടമാണ് ഈ പൈശാചിക ആരാധനകളിൽ പോയി പെടുക. പൈശാചിക ആരാധനകളിൽ പോയി പെടരുത്. കാരണം ഈ ദൈവം ഭയങ്കര സലസാണ്, ദൈവം ഭയങ്കര തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരുന്നു തന്നെയാണ്. അതിനകത്ത് വേറെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കത്തില്ല. ഏകസത്യ ദൈവമായ കർത്താവ്, നിത്യപിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരനായ കർത്താവ് തീഷ്ണതയുള്ള ദൈവമായതുകൊണ്ട് തന്നെ അന്യ ദൈവ ആരാധനകളിലും പൈശാചിക ആരാധനകളിലും ചെന്ന് പെടാനായിട്ട് അതിന് ഒത്തിരി പേരുകളിലൊക്കെ ഇന്ന് വരാം. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ വലിയ ഹൈലി ഫിലോസഫിക്കലായിട്ടോ ഒരു ന്യൂ ട്രെൻഡായിട്ടോ ഇറ്റ് സംതിങ് വി സപ്പോസ് ടു എക്സ്പ്ലോർ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ തോന്നും. ഏലിയൻസിനോട് സംസാരിക്കുക, അദൃശ്യ ജീവികളോട് സംസാരിക്കുക. വീട്ടിൽ അപ്പനോ അമ്മയോടും മിണ്ടാനില്ല സമയമില്ലാത്തവനാണ് അദൃശ്യ ജീവിയോടൊക്കെ സംസാരിക്കുക.
മരിച്ചവരോട് സംസാരിക്കുക. എന്നാൽ പിന്നെ ജീവിച്ചിരിക്കുന്നവരോട് മിണ്ടിയാൽ പോരെ, അവരെന്തെല്ലാം കാര്യം പറഞ്ഞു തരും. അപ്പോഴാണ് 4-5 തലമുറയ്ക്ക് മുമ്പ് ചത്തുപോയ വല്യപ്പൂപ്പിനെ വിളിച്ച് വർത്താനം പറഞ്ഞ് എന്ത് കാര്യത്തിന്. എന്നാൽ പിന്നെ അമ്മൂമ്മയുടെ ഒക്കെ കാര്യം വർത്താനം പറയില്ല. അവരെന്തെല്ലാം കാര്യം പറഞ്ഞ്. ഇതിനൊന്നും നേരെ ഇല്ലാത്തവർ ഇതിനൊക്കെ പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ മനസ്സങ്ങം തളരുകയും മലിമസപ്പെടുകയും ചെയ്യുന്നുണ്ട്. പൈശാചിക ദുർമന്ത്രവാദ ശക്തികളിൽ ചെന്ന് പെടരുത്. അത് ഉത്തരാധുനിക ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചാരം നേടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മൾ കാണുക. അതിൽ ചെന്ന് പെടുന്ന മക്കൾ. രണ്ടാമത്തെ ഒരു കാര്യമാണ് ലഹരി എന്നുള്ളത് കണ്ടു. ഈ കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിൽ ലഹരിയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അവർ ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. ഈ ലഹരിയൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ പൊന്നുമക്കളുടെ പുറകെ നടന്ന് പറഞ്ഞാലും ഇവർക്കിത് മനസ്സിലാകത്തില്ല. പണ്ടത്തെ മാക്സിമം എന്ന് പറയുന്ന പോലെ ഓണത്തിന് കുടിക്കുമായിരുന്നു. കുടിച്ചാൽ ഞാൻ എത്രയോ എണ്ണത്തെ കുടിപ്പിച്ച്, എന്നെ തൈര് കുടിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് ആറ്റിക്കൊണ്ടിട്ട് കുളിപ്പിച്ച് കല്യാണത്തിന് കൊണ്ടു നിർത്തിയിട്ടുണ്ട്. എൻ്റെ ജോലിയായിരുന്നു ഇത്. കാരണം കല്യാണത്തിന് തലേദിവസം പെടന്ന് പോയവനെ ഞാൻ ചെയ്യാൻ പാടില്ല, എന്നാൽ പോലും അവനെ തൈരൊക്കെ കുട്ടിപ്പിച്ച് പിന്നെ അവനെ അണ്ണാക്കി വിരലിട്ട് ഛർദ്ദിപ്പിച്ച് ആറ്റിക്കൊണ്ടിട്ട് കുളിപ്പിച്ച് വെള്ളത്തിൽ കിടത്തി പിന്നെ കൊണ്ട് ട്രിപ്പിട്ട് ഒക്കെ കല്യാണത്തിന് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ചിലരൊക്കെ രക്ഷപ്പെട്ട് പോയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ എടുത്താൽ പറ്റുന്നൊരു കുഴപ്പം, ഇറിവേഴ്സിബിളായിട്ട് ഇവരുടെ ബ്രെയിൻ ഡാമേജ് ആയിപ്പോകും. തിരിച്ചു വരാൻ കഴിയാത്ത പോലെ ഈ ബ്രെയിൻ ഡാമേജ് ആകും. പിന്നെ ഒരിക്കലും ബ്രെയിൻ ശരിയാകത്തില്ല, തിരിച്ച് ആ ബ്രെയിനിലേക്ക് വരത്തില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ അപകടമെന്ന് പറയും. രണ്ടാമത്തെ ഒരു അപകടമാണ് ഈ കല്യാണത്തിൽ കൊച്ചു പിള്ളേർ ഈ ലഹരി എടുത്താൽ ഒരിക്കലും ഇവർക്ക് കുടുംബജീവിതം ഉണ്ടാകത്തില്ല. കുടുംബജീവിതത്തിൻ്റെ ഫാൻറ്റസി ഉണ്ടാവും, കുടുംബജീവിതം ഉണ്ടാകത്തില്ല. മക്കളുണ്ടാകത്തില്ല. മക്കളുണ്ടായാലും അവർ മന്ദബുദ്ധികളോ അല്ലെങ്കിൽ ബുദ്ധിവൈകല്യങ്ങളൊക്കെ രോഗമുള്ള വൈകല്യങ്ങളുള്ള മക്കളായിരിക്കും. അപ്പോൾ ഇത് മോശയുടെയൊക്കെ കാലഘട്ടം ഉണ്ടായ ഒരു ഇതുപോലെ നാളത്തെ തലമുറയെ ഇല്ലാതാക്കാനുള്ള, നിങ്ങൾ സ്ഥിരമായിട്ട് മയക്കുമരുന്ന് കൊടുക്കുന്നതിനെ കൊണ്ട് കെട്ടിക്കാനൊക്കെ ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒരുത്തൻ ഉണ്ടെന്നറിഞ്ഞാൽ പൊന്നു പിള്ളേരെ പോയി കെട്ടരുത്. കെട്ടിപ്പോയാൽ ഒരിക്കലും ജീവിതം ഉണ്ടാകത്തില്ല, മക്കളുണ്ടാകത്തില്ല. ഇതെല്ലാം ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 2-3 ദുരന്തങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യതയുള്ള മക്കൾക്ക് വേണ്ടി നമുക്ക് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. ഇയ്യോബ് ചെയ്ത പോലെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ഏക വഴി, ഞാനത് ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല, പക്ഷെ ഞാൻ കേട്ട ഒത്തിരി കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഞാനത് പറയുന്നത് അഹങ്കാരമായിട്ട് കാണരുത്. മറ്റു പലരെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ കാണാൻ നോക്കുന്നു. എനിക്ക് അവരോട് സ്നേഹമാണ്, അവരെൻ്റെ അടുക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രതിരോധത്തിൻ്റെ മതിൽ സൃഷ്ടിക്കണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും അതിരാവിലെ പ്രാർത്ഥിക്കണം. ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രാത്രികൾ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ തിന്മ തൊടാതിരിക്കാൻ വേണ്ടി. നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തോ സംഭവിക്കും ചോദിച്ചാൽ, ഒരു വഴിയായി വരുന്ന ശത്രു 7 വഴിയായിട്ട് മാറിപ്പോക്കോളും. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടശക്തി ഇവരെ പിന്തുടരുന്നുണ്ട്. അത് പ്രബലമാണ് ഈ കാലഘട്ടത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ചേ, വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ച്. ഞാൻ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതാണ് പറയുന്നത്, പക്ഷേ ഞാൻ ഉള്ളുരുകിയാണ് പറയുന്നത്. ഞാൻ കണ്ട ഒത്തിരി മക്കളുടെ സങ്കടങ്ങൾ, ആഗ്രഹം ഉണ്ടായിട്ടും പുറത്തു വരാൻ കഴിയാത്തതുപോലെ കുടുങ്ങിയും പോയ കുറേ മക്കൾ, അതിൻ്റെ സങ്കടങ്ങൾ ഉരുകിത്തീരുന്ന മാതാപിതാക്കൾ, കൂടപ്പുറപ്പുകൾ, പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ദൈവമേ രക്ഷിക്കണേ. സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഇനി നമുക്കിപ്പം പ്രാർത്ഥിക്കാതിരിക്കാൻ ഒക്കത്തില്ല. തിന്മയുടെ ശക്തികൾ അതുപോലെ പ്രബലപ്പെടുകയാണ്. നമ്മൾ പണ്ട് പറയാറുള്ളൊരു കാര്യമുണ്ട്, നാസിപ്പട്ടാളമൊക്കെ ഈ ആക്രമിക്കുന്ന സമയത്ത് ആദ്യം അന്ന് ആക്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെയല്ല കമ്മ്യൂണിസ്റ്റുകാരെയാണ്, അവരെയല്ല കൊണ്ടുപോയത്. പിന്നെ പറഞ്ഞപ്പം പറഞ്ഞു നമ്മളെയല്ല കത്തോലിക്കരെയാണ്. അവസാനം അവർ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ നിലവിളിച്ചപ്പോൾ ആരും വരാനില്ലായിരുന്നു. ഇപ്പം നമ്മൾ പറയും ഇത് അവരുടെ വീട്ടിലാണ്, ഇപ്പം പറയും അത് അവൻ്റെ വീട്ടിലാണ്. അതല്ലേലും അവിടെ അങ്ങനെ ആയിരുന്നു. ഞങ്ങളങ്ങനല്ല. പക്ഷെ നാളെ ഇത് നമ്മുടെ വീട്ടിൽ വന്നാൽ, ഒരു ദിവസം ഇങ്ങനൊരു ബോധം നമ്മളൊക്കെ വാർത്ത കേൾക്കുകയാണെങ്കിൽ, ഈ പോയ മക്കളോ നഷ്ടപ്പെട്ടവരോ ഒന്നും മോശപ്പെട്ട മക്കളൊന്നും ആയിരിക്കത്തില്ല. കെണികളിൽ പെട്ടുപോയാൽ അപ്പുറത്ത് വരാൻ പാടാ. അതുകൊണ്ട് പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് പിന്തുടരുന്ന ഈ ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്ന്
ഒരു തലമുറയെ രക്ഷിക്കാൻ വേണ്ടി നമ്മളല്ലാതെ ആരാ പ്രാർത്ഥിക്കുക? ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ചേ. എൻ്റെ കൈകളിൽ നീതികേടുണ്ടെങ്കിൽ പൊറുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയാണ് ഈ മാസം, പ്രാർത്ഥനാ മാസമാണ്. വളരെ ഗൗരവമായി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം, അടിയന്തരമായി പ്രാർത്ഥിക്കണം, ഒത്തിരി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളെയും കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു വാർത്തയും നമുക്ക് വാർത്തയാകരുത്. നമുക്കതെല്ലാം വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയങ്ങളായി മാറണം. ദൈവമേ, അത്ഭുതം ചെയ്യണമേ, ഒരു തലമുറയെ രക്ഷിക്കണമേ. ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിക്കാം. പൊന്നു പ്രിയപ്പെട്ട മക്കളെല്ലാം പ്രാർത്ഥിച്ചേ. യേശുവേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് എൻ്റെ കൈകളിൽ നീതികേടുണ്ടെങ്കിൽ അതിനെ അകറ്റി എന്നെ കാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടിയന്തര ഇയ്യോബ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതുപോലെ കരങ്ങളെ ദൈവസന്ധിയിലേക്ക് മലർത്തി ദൈവമേ രക്ഷിക്കണേ എന്ന് നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ സന്ധി സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു തലമുറയെ ദൈവം രക്ഷിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നിൻ്റെ തലമുറകളെ മാത്രം ലക്ഷ്യം വെട്ടുകൊണ്ട് വരുന്ന പൈശാചിക ആരാധനയുടെ, ഉത്തരാധുനിക ലോകത്ത് അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്ന പൈശാചിക ആരാധനകളുടെയും ലഹരിയുടെ മായിക ലോകത്തു നിന്നും ദൈവം അവരെ രക്ഷിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാമത് അധ്യായം. ആദിമസഭ നമ്മൾ ഇയ്യോബിൻ്റെ ചരിത്രത്തിൽ തുടങ്ങണം. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? ഇയ്യോബിനെ പോലെ ഇന്നത്തെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആദിമസഭ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തിയാണ് സഭയെക്കുറിച്ച് നാം കാണുക. ആദിമസഭ എങ്ങനെയായിരുന്നു പ്രാർത്ഥനയിലെന്ന് നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിലാണ് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു, ജനം ഓടിക്കൂടുന്നു. 3000 പേര് അവരോട് ചേരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 42 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവരും പറഞ്ഞേ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പം പുതിയ നിയമ സഭയുടെ ആദ്യത്തെ 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ 1, അവർ മാനസാന്തരപ്പെടണം. 2, സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വക്രതയും കോട്ടമുള്ള തലമുറ വേർപെടണം. അവർ ആ കൂട്ടായ്മയെ ആചരിച്ചു, അപ്പം നുറുക്കി എന്ത് ചെയ്തു? പ്രാർത്ഥന കഴിച്ചു പോന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ, ദ ഫസ്റ്റ് സെഞ്ച്വറി ചർച്ച്, ഇറ്റ് വാസ് എ പ്രേയിങ് ചർച്ച്. അത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരുന്നു കാണും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി എവിടെ ചേർത്തു? സഭയെ ചേർത്തു. രക്ഷിക്കപ്പെടുന്നവരെ സഭ വളരാൻ തുടങ്ങി. എവിടെയെല്ലാം ദൈവസഭ വളർന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. എന്തുകൊണ്ട് സഭാ വളർച്ച, എന്തുകൊണ്ട് സഭാ വളർച്ച? പ്രത്യേകിച്ച് ഇപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാരെ, പ്രത്യേകിച്ച് ഈ സഭാ വളർച്ചയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊറിയ പോലെയുള്ള സ്ഥലങ്ങൾ. ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ ചില സംസ്ഥാനങ്ങളിൽ വലിയ ഉണർവ് വ്യാപരിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ പോയി മനസ്സിലാക്കുന്നൊരു കാര്യം, എവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ കൃത്യമായൊരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട്. പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവസഭ വളരാൻ തുടങ്ങും. അതുകൊണ്ട് സഭ, അത് 1-ാം നൂറ്റാണ്ടിലെ സഭയാണ്. അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്, പത്രോസും യോഹന്നാനും കൂടെ പോവുകയാണ്. എപ്പം പോയി? പ്രാർത്ഥനാ സമയത്ത്. അവർ ആദിമസഭ പ്രാർത്ഥിക്കുമ്പോൾ സിനഗോഗുകളിലൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം കാണുന്നു, പ്രാർത്ഥനാ സമയം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരാളെ കാണുന്നതും അവർ ചേർന്ന് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുകയും അവൻ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രാർത്ഥനാ സമയത്ത് പോയി എന്ന് കാണുകയാണ്. വീണ്ടും 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം, 4:31, അപ്പോസ്തലപ്രവൃത്തി 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം എന്ത് ചെയ്തു?
കുലുങ്ങി, സ്ഥലം കുലുങ്ങി, കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എങ്ങനെയാ? നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിൻ്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികൾ ഇസ്രായേലും ഈ നഗരത്തെ ഒന്നിച്ചുകൂടി. ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ നോക്കണമേ. 29, 30 സൗഖ്യമാക്കാൻ അങ്ങയുടെ കൈ നീട്ടുന്നതിനാലും അങ്ങയുടെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളാലും ഉണ്ടാകുന്നതിനാലും അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ അങ്ങയുടെ ദാസന്മാർക്ക് കൃപ ലഭിക്കണമേ. അവിടെ പ്രാർത്ഥിച്ച ഇങ്ങനെയാണ്, അവരുടെ ഭീഷണികളെ എന്ത് ചെയ്യണമേ? നോക്കണമേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. 2, അങ്ങയുടെ നാമത്തിന് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകണം. അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ അങ്ങയുടെ ദാസന്മാർക്ക് എന്ത് തരണം? കൃപ നൽകണം. 1, ഭീഷണികളെ നോക്കണം. 2, അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കണം. 3, അങ്ങയുടെ വചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാനുള്ള കൃപ തരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം എന്തു ചെയ്തു? കുലുങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇത് നമ്മൾ നോക്കണം. 1, ദൈവമേ, അങ്ങയുടെ ജനത്തിനെതിരായി കാണുന്ന ഭീഷണികളെ നോക്കണമേ. 2 ഭീഷണികളെ ഞാൻ പറഞ്ഞേ. 1, ഒത്തിരി മക്കൾ ഈ പ്രണയത്തിൻ്റെ കുരുക്കളിൽ ചെന്ന് പെടുന്നുണ്ട്. ഊരി വരാൻ കഴിയാത്തതുപോലെ പ്രണയക്കുരുക്കളിൽ ചെന്ന് പെടുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ള മക്കളെ, ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്നോട് എങ്ങനെ ചിന്തിച്ചാലും അങ്ങനെ പോസിറ്റീവായിട്ടൊക്കെ കാണുക. ഞാൻ എന്തുമാത്രം പിള്ളേരുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നറിയാം. ജീവൻ കളഞ്ഞ് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വളരെ വേദനയോട് പറയും. അല്ലാതെ മക്കളെ നാളെ ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശരി പോയിട്ട് വാന്ന് പറയുകയല്ല. ഒരു വട്ടം ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വീട് വളഞ്ഞ് അവരെ ബലമായിട്ട് കൊണ്ടുപോവുകയാണ്. ബലമായിട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ദൂരത്തു നിന്ന് അവർ എന്നെ വിളിക്കുകയാണ്. ലൈവ് പോകാമെന്നുള്ള അറിവിൽ തന്നെയാണ് പറയുക. അതുകൊണ്ട് ഞാൻ അവരുടെ ഭീഷണികളെ എന്ത് ചെയ്യണമേ? നോക്കണമേ. അപ്പം ഈ വാർത്ത ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏതായാലും എൻ്റെ ഭാര്യ അപ്പം നല്ല പുലിയായി. ഞാനൊന്ന് വലിഞ്ഞു. എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് പിള്ളേരില്ലേ, നമുക്കൊരു കൊച്ചു ഉണ്ട്, നമ്മുടെ വീട്ടിലാണ് സംഭവിക്കുന്നത്, നമ്മളെന്ത് ചെയ്യണം? ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം? അച്ഛാ വണ്ടി എടുക്കാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ പോയി ഈ പെണ്ണിനെ പുറകെ കൂടെ ചാടിച്ച് ഞങ്ങൾ കൊണ്ടുവന്നു. സിനിമ സ്റ്റൈലിൽ എടുത്തുകൊണ്ട് വരിക. ഇവർ ഞങ്ങളുടെ പുറകെ വരിക. ഞങ്ങൾ വിട്ടു വന്നു. ഉയ്യോ, എന്നെ ഓടിയിലൊക്കെ ഓടിച്ചേ. അതിനിടയ്ക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചു. ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, എൻ്റെ പെണ്ണ എനിക്ക് ശക്തി തന്നെ, എൻ്റെ കൊച്ച്, എൻ്റെ ഭാര്യ, ധൈര്യമായിട്ട് നിൽക്കാൻ പറഞ്ഞു. നമ്മുടെ ഒരു കൊച്ചാണെങ്കിൽ നമ്മളെന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലുണ്ട് കൊച്ച്. പിന്നെ അടിച്ചുകൊണ്ടോ ബലമായിട്ടോ പോകാനാണ് വരുന്നതെങ്കിൽ റാന്നിയുടെ അതിര് വിടത്തില്ല. അതിനു മുമ്പ് ചുമ്മാ പറയുന്ന ഞാനെന്തോ ചെയ്യാനാ, ഞാൻ വെറും പാവാ. എന്നാലും അന്നേരമൊക്കെ ഒരു മൂച്ചിനൊക്കെ പറയുന്ന നമ്മുടെ കൂടെയുള്ള കുറേ പാവം പിടിച്ച പാസ്റ്റർമാർ. ഞാൻ പറഞ്ഞു, ഞാൻ അതിനുള്ള സെറ്റപ്പിലൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഏതായാലും തമ്പുരാൻ്റെ കൃപയാ പെണ്ണിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന അവരോട് ഞാൻ പറഞ്ഞു, പരസ്യമായിട്ട് സംസാരിക്കണം. അവർ പറഞ്ഞു ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് സംസാരിക്കാനൊക്കത്തില്ല, കുത്തിക്കൊന്നാൽ ഞാനെന്തോ ചെയ്യും? അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ സംസാരിച്ചാൽ മതി. പിന്നെ ബലം പ്രയോഗിക്കാൻ ധാരണയുണ്ടെങ്കിൽ ഞാൻ വെറും പീറയാണ്. ചുമ്മാ പറയുന്ന ഡാക്കളെ, ഞാൻ വെറും പോവാടാ, പറയല്ലേ, നമ്മളങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ഒക്കത്തു. അപ്പോൾ തന്നെ ഞങ്ങൾ കുറേ ഗ്രൂപ്പ് പ്രാർത്ഥിക്കുന്നു, ഇവർ സംസാരിക്കുന്നു. പെണ്ണ് പറഞ്ഞു, വരുന്നുണ്ടോ? ഇന്നലെ വരാമായിരുന്നു, ഇന്ന് വരുന്നില്ല. അതെന്നാ? ഞാൻ തെറ്റ് ചെയ്തു, തിരുത്താൻ തയ്യാറാകുകയാണ്. കൊച്ചു തിരുത്തി, അവർ പോയി രക്ഷപ്പെട്ടു. അങ്ങനെ എത്ര മക്കൾ രക്ഷപ്പെട്ടു. ഇതിനകത്തെല്ലാം ഇടപെടേണ്ട വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഒരിക്കൽ പാമ്പ് പിടിച്ചൊരു അപ്പനും അമ്മയും കൂടെ നോക്കിയിരിക്കുക. ചെറുക്കൻ താഴെ വന്ന് നിൽക്കുക, കൊണ്ടുപോകുന്നു. അവർ എല്ലായിട്ട് വരിക, ഇത് പോകാൻ നിൽക്കുക. ഞാൻ എന്തോ ചെയ്യും? ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞു, നീ ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ അവനിങ്ങോട്ട് കയറുവാണെങ്കിൽ എൻ്റെ ശവത്തെ ചവിട്ടിയേ കയറത്തുള്ളൂ. ചുമ്മാ പറഞ്ഞ് അതങ്ങ് എരിച്ചു പോയില്ല, അത് വന്നില്ല. എൻ്റെ കർത്താവേ, ഇവരുടെ ഭീഷണികളെ എന്ത് ചെയ്യണേ? നോക്കണം. ഇങ്ങനെയുള്ള ഭീഷണിയൊക്കെ വന്നാൽ എത്ര മിടുക്കര് എന്തോ ചെയ്യും? അപ്പം ആരോട് പറയും? വിറയ്ക്കും ഇരുന്ന് കുടുംബങ്ങൾ ഇരുന്ന് വിറയ്ക്കും. ഒരു മനുഷ്യൻ സഹായിക്കാൻ കാണത്തില്ല. ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, അവരുടെ ഭീഷണികളെ എന്ത് ചെയ്യണേ? നോക്കണേ. കരം ഉയർത്തി പ്രാർത്ഥിച്ചേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സഭയ്ക്കെതിരെയൊക്കെ ഭയങ്കര ഭീഷണികൾ വരും. നമ്മളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ ഭീഷണികളെ നോക്കണേ. ഞാനീ പറഞ്ഞത് തെറ്റിദ്ധരിക്കില്ല, ഞാനേതാണ്ട് പുള്ളിയാണെന്ന് പറഞ്ഞൊന്നുമല്ല. ചിലപ്പോൾ ഇടപെടേണ്ട വരുമ്പം മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മളങ്ങ് സംസാരിക്കും.
പക്ഷേ ഇതൊക്കെ കർത്താവ് അങ്ങ് കരുതുന്നതുകൊണ്ട് ഒത്തിരി വിഷയങ്ങൾ അങ്ങ് രക്ഷപ്പെടുക. ദൈവം സഹായിക്കുക. ദൈവമേ, അവരുടെ ഭീഷണികളെ എന്ത് ചെയ്യണേ, നോക്കണേ. 2, സൗഖ്യമാക്കണേ. ഈ മക്കളെയൊക്കെ തമ്പുരാനല്ലേ സൗഖ്യമാക്കാനൊക്കത്തുള്ളൂ. നമ്മൾ തലയും കുത്തി ഇന്നിട്ട് എന്തോ ചെയ്യാനൊക്കെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ പ്രാർത്ഥിച്ചാൽ ഭയങ്കര അത്ഭുതം നടക്കുമെന്ന് എനിക്കറിയാം. ഞാനിതെല്ലാം കാണുന്ന ഒരാളാണ്. പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വ്യത്യാസങ്ങളുണ്ടാകും. അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കാൻ തൃക്കൈ നീട്ടണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ അങ്ങയുടെ ദാസന്മാർക്ക് എന്ത് നൽകണേ, കൃപ നൽകണം. ഇത് പറഞ്ഞപ്പോൾ അടിസ്ഥാനം കുലുങ്ങി. ദൈവത്തിൻ്റെ സന്നിധി നാം പ്രാർത്ഥിച്ചാൽ ഇന്നും അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന പ്രാർത്ഥനാ ശക്തി വെളിപ്പെടും. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, ഭീഷണിയൊക്കെ വരട്ടെ, കരം ഉയർത്തി പ്രാർത്ഥിച്ച്. പ്രാർത്ഥനാ മാസമാണേ, എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ പ്രധാന ഒരു കൺസേൺ പങ്കുവച്ചു. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ഈ ശുശ്രൂഷയുടെ മുമ്പ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്. ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയും ഒരു തലമുറയ്ക്ക് വേണ്ടി, ഒരു ജനറേഷന് വേണ്ടി ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുക. നമ്മൾ ചുമ്മാ IELTS-ഉം റബ്ബറിൻ്റെ ഷീറ്റും കൊച്ചിൻ്റെ ഡോളറിൻ്റെ വിലയൊന്നും നോക്കിയിരിക്കാനുള്ള കാലമൊക്കെ പോയി. ഇനി വളരെ ഗൗരവമായി സഭ പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്താണ്. നമ്മൾ തത്തിക്കുട്ടി രക്ഷപ്പെട്ടു പോയായിരിക്കാം. നമ്മുടെ പിള്ളേർ കഷ്ടിച്ച് രക്ഷപ്പെട്ട് കല്യാണത്തിൽ ചെന്ന് കാണും. പക്ഷേ ഒരു തലമുറയെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം പ്രാർത്ഥിച്ച് 1000 മാതാപിതാക്കളുടെ, 1000 കുഞ്ഞുങ്ങളുടെ, 1000 മക്കളുടെ ഉള്ളുരുകുന്ന 1000 മാതാപിതാക്കളുടെ വേദനയെ വഹിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഭീഷണികളെ നോക്കണേ. ഭീഷണി എന്ന് പറയുമ്പോൾ ആ മക്കൾ ഭീഷണി മുഴക്കുന്നു. ഞാൻ ചാകും, ഞാൻ ഇറങ്ങിപ്പോകും, പൈസ കിട്ടണം, എനിക്കിതില്ലാതെ ഒക്കത്തില്ല എന്നൊക്കെ അവസാനം പറയുമ്പോൾ, ദൈവമേ, ഈ ശക്തികളുടെ അടിത്തറ ഇളക്കുന്ന ഒരു പ്രവൃത്തി വെളിപ്പെടണം. അങ്ങയുടെ കരം നീട്ടണം, ഭീഷണികളെ അങ്ങ് കാണണം, ഒരത്ഭുതം നടക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറകൾ കുലുങ്ങി. അപ്പോൾ നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. എല്ലാവരും അങ്ങ് പ്രാർത്ഥിച്ച്, ആരും വെറുതെ ഇരിക്കാതെ പ്രാർത്ഥിച്ച്, മുഴങ്കാലി പ്രാർത്ഥിക്കാമെങ്കിൽ മുഴങ്കാലി പ്രാർത്ഥിക്കുക, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമെങ്കിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. ഇങ്ങനെ അറിയാവുന്ന മക്കളെ, നമുക്കറിയാവുന്ന ഒരു 10 മക്കളെയെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കണം. അതിനിടയ്ക്ക് ചില മക്കൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ ഒരിക്കലും ഒരു പക്ഷേ നമ്മളോട് പറഞ്ഞു കാണത്തില്ല, നമ്മൾ പറഞ്ഞ് കേട്ടായിരിക്കാം, ആ കുഞ്ഞിന് കുഴപ്പമുണ്ട്, ഈ കുഞ്ഞിന് കുഴപ്പമുണ്ട്. അങ്ങനെയുള്ള എല്ലാ മക്കളെയും വഹിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ മക്കളെയും വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു അതിശക്തമായ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥനാ മാസത്തിൽ ആരംഭത്തെ സഭായോഗത്തിൽ വെളിപ്പെടാൻ പ്രാർത്ഥിച്ച്, ഈ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാത്മഭാരത്തോടെ പ്രാർത്ഥിച്ച്. ഞാൻ ഒത്തിരി വിഴുങ്ങിയാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ എന്നോട് തന്നെ അടുത്ത വാക്ക് പറയുമ്പം ലൈവിലാണ് ഞാൻ നിൽക്കുന്നുള്ള വലിയൊരു ബോധത്തിലും ബോധ്യത്തിലും ഭയത്തിലും. ഭയം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ്. പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് ലൈവ് ആയതുകൊണ്ട് മാത്രം. പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാവുന്നവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക, മുഴങ്കാലി പ്രാർത്ഥിക്കാവുന്നവർ മുഴങ്കാലി പ്രാർത്ഥിക്കുക. ഭവനങ്ങളിലാണെങ്കിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുക, നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുക. സഭകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെല്ലാം വഹിച്ച് പ്രാർത്ഥിക്കുക. ലഹരിയുടെ പിടികളിൽ നിന്ന് രക്ഷപ്പെടണേ കർത്താവേ. ദേശത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകല്ലേ, പേക്കൂത്താക്കി മാറില്ലേ. ഒരു നിന്ന കേൾപ്പിക്കരുതേ. നിൻ്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. എൻ്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. എൻ്റെ കുറുമ്പ്രാവിന് കുഞ്ഞുങ്ങൾ പാവങ്ങളാ കർത്താവേ. അവർ നല്ലവരാ. അവർക്ക് തെറ്റും ശരിയും ചിലപ്പം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഒരു പക്ഷേ ചില കാര്യങ്ങൾ അവർ പരീക്ഷിക്കാൻ അറിയാൻ ചെന്നിട്ട് ഇറങ്ങി വരാൻ കഴിയാത്ത കുരുക്കുകളിലേക്ക് പെടുന്നു. ഇവരെ രക്ഷിക്കാൻ നമുക്ക് ഒറ്റ ആയുധം പ്രാർത്ഥന, അടിത്തറകളെ കുലുക്കുന്ന പ്രാർത്ഥന. 1-ാം നൂറ്റാണ്ടിലെ സഭ പ്രാർത്ഥിച്ചു,
സഭ പ്രാർത്ഥിച്ചപ്പോൾ അടിസ്ഥാനം കുലുങ്ങി. അങ്ങനെയെങ്കിൽ ഇന്നും ദൈവസഭ പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാം ചെയ്യുന്നത് തൻ്റെ സഭയിലൂടെയാണ്. എല്ലാം നിറയ്ക്കുന്നതിൻ്റെ നിറവായിരിക്കുന്ന സഭയാം കുടുംബത്തെയാണ് ദൈവം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. അറിയാവുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർത്തേ. നമ്മുടെ മക്കളെ മാത്രമല്ല, നമ്മുടെ കസിൻസ്, നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾ, നമ്മുടെ സഭയിൽ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്നു കൊണ്ട് ഒരിക്കലെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വേദനയോടെ അങ്ങനെ ഒരു അമ്മ പറയുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുക ഏതാണ്ട് പ്രശ്നമുണ്ട്, എന്തായിരിക്കാം? കഥ കണ്ടെത്താനല്ല, പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി വിനയപ്പെടുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി നെടുമ്പാട് വീഴുന്നു. ഒരു തലമുറയ്ക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ അവർ പാപം ചെയ്തോ, കർത്താവെ ഞങ്ങൾക്കറിയില്ല, അവരെ രക്ഷിക്കണേ. ഈ കുഞ്ഞുങ്ങൾ കർത്താവെ ചെന്ന് പെട്ടുപോകുന്ന കുരുക്കുകൾ ഞങ്ങൾക്കറിയില്ല. ഈ കുഞ്ഞുങ്ങൾ ചെന്ന് പെട്ടുപോകുന്ന കുരുക്കുകൾ രക്ഷിക്കണേ, അവരെ രക്ഷിക്കണേ കർത്താവേ. നല്ല മക്കളാ കർത്താവേ, സാധുക്കളാ കർത്താവേ. ഞങ്ങൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു. 1000 മക്കളെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു. പൗർഷ്യൻ്റെ ജീസസ് ടീൻസ്, ജീസസ് യൂത്ത് ഞങ്ങളുടെ ക്യാമ്പുകളിൽ വന്ന് പങ്കെടുത്ത കുഞ്ഞുങ്ങൾ അവയെ എത്രയോ അമ്മമാർ പറയുന്നു, പ്രാർത്ഥിക്കണേ ദൈവദാസനെ. ഞങ്ങൾ അങ്ങനെയുള്ള മക്കളെ ഓർക്കുന്നു. അവരുടെ മേലുള്ള ലഹരിയുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. അവരെ സ്വാധീനിക്കുന്ന ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. പ്രണയത്തിൻ്റെ കുരുക്കുകൾക്കകത്ത് ചെന്ന് പെട്ടിട്ട് ബോധം പോയി കർത്താവേ. വാശി, വൈരാഗ്യം, പേരൻസിനോട് ദേഷ്യം, വിശ്വാസികളോട് ദേഷ്യം, ദൈവദാസന്മാരോട് ദേഷ്യം, അവരങ്ങ് വൈരാഗ്യപ്പെടുകയാണ്. വൈരാഗ്യപ്പെടുന്ന മക്കളെ രക്ഷിക്കണമേ. വൈരാഗ്യപ്പെടുന്ന മക്കളെ രക്ഷിക്കണേ. വാശിപ്പെടരുതേ. അവിടെ വാശിയും വൈരാഗ്യം എല്ലാം മാറ്റണേ. ഒത്തിരി മക്കൾക്ക് പേരൻസിനോട് ഭയങ്കര ദേഷ്യം കർത്താവേ. ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിനെ ദൈവം തണുപ്പിക്കണേ. അവിടെ ഉള്ളങ്ങളെ ദൈവം തണുപ്പിക്കണേ. കർത്താവെ, ഭയത്തിൽപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള കുരുക്കളിൽ ചെന്നപ്പെടുന്നവർ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ വിഷമങ്ങളിൽ, അവിടെ ഒറ്റപ്പെടലുകളിൽ, അവിടെ ഏകാന്തതകളിൽ, ഇങ്ങനെയുള്ള തെറ്റായ ബന്ധങ്ങളിലും ലഹരിയിലുമൊക്കെ അവർ ചെന്നപ്പെടുന്നു. യേശു അവർക്കൊരു റിയൽ സ്നേഹിതനായി മാറണമേ. ഈ പ്രാർത്ഥനാ മാസത്തിൽ ഞങ്ങൾ അധിക സമയം പ്രാർത്ഥിക്കാൻ സഹായിക്കണേ. പ്രസംഗത്തെക്കാൾ കൂടുതൽ പ്രാർത്ഥിപ്പാൻ. ഭീതിയുടെ തലയ്ക്ക് തളർന്നു കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ഞങ്ങൾ അങ്ങയിലേക്ക് കൈമലർത്തുന്ന കർത്താവേ, ഒരു തലമുറയെ രക്ഷിക്കണേ. ഒരു ജനതയെ രക്ഷിക്കണേ കർത്താവേ. എല്ലാ ടീംസിനെയും ഞങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ യൂത്തിനെയും ഞങ്ങൾ വഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD, ഭയം, സ്ട്രെസ്, എന്റെ ദൈവം അവരെ രക്ഷിക്കണേ. കർത്താവേ, എന്റെ ദൈവം അവരെ രക്ഷിക്കണേ കർത്താവേ. എന്റെ ദൈവം അവരെ രക്ഷിക്കണേ കർത്താവേ. എന്റെ ദൈവം അവരെ രക്ഷിക്കണേ.
കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രണയത്തിൻ്റെ തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയ മക്കൾ, തെറ്റായ വിശ്വാസങ്ങളിൽ ചെന്ന് പെട്ടുപോയ മക്കൾ, ഏകസത്യ ദൈവമായ കർത്താവേ, അവിടുത്തെ ഉപേക്ഷിച്ചു പോയ മക്കളെ മടക്കി വരുത്തണേ. മക്കളെ മടക്കി വരുത്തണേ. മക്കളെ മടക്കി വരുത്തണേ. ദൈവം അവരെ മടക്കി കൊണ്ടുവരണമേ. അവർക്ക് ഉത്ബോധം കൊടുക്കണേ. അവർക്ക് ഉത്ബോധം കൊടുക്കണമേ. സത്യത്തെയും തെറ്റിനെയും തിരിച്ചറിയാനുള്ള ബുദ്ധി കൊടുക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ സ്റ്റേറ്റിൻ്റെയും 12th എക്സാം ആരംഭിക്കുക കർത്താവേ. പിന്നിലായ മക്കൾ, ഭയമുള്ള മക്കൾ, പഠിച്ചതെല്ലാം മറന്നുപോകുന്ന മക്കൾ, ഇവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. വളരെ ഏകാഗ്രതയോടെ പഠിക്കുവാൻ, ദൈവകൃപയിൽ ആശ്രയിച്ച് പഠിക്കാൻ. അവർക്ക് പാടുള്ള വിഷയങ്ങൾ ഉഴപ്പൊന്നുകൊണ്ട്, പാടുള്ളത് കൊണ്ട് അവർക്ക് പാടുള്ളിടത്ത് ദൈവം കൂടിയിരിക്കണമേ. പരിശുദ്ധാത്മാവ് അവർക്ക് പറഞ്ഞു കൊടുക്കണേ. വിഷമമുള്ള സബ്ജക്റ്റുകളിൽ ദൈവത്തിൻ്റെ കൃപ അവരനുഭവിപ്പാൻ ഇടയാക്കണമേ. അങ്ങ് അവരെ ചേർത്ത് പിടിക്കണേ. അവരെ ടെൻഷൻ അടിക്കല്ലേ കർത്താവേ. ദൈവം അവരുടെ കൂടിയിരിക്കണേ. ദൈവം എല്ലാവർക്കും ഓർമ്മ വരുത്തണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരീക്ഷ എഴുതുന്ന മക്കളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവെ വല്ലാതെ ടെൻഷൻ അടിക്കാനൊന്നും ഇടയാകരുതേ. നല്ല വിജയം കൊടുക്കണമേ. പുതിയ കോഴ്സുകൾ കർത്താവെ ചെല്ലുമ്പോൾ അതിനാവശ്യമുള്ള മാർക്കുകളെ കൊടുക്കണമേ. കർത്താവരെ മാനിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അവരെയൊക്കെ അനുഗ്രഹിക്കും. എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന, എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അതാ അവിടുത്തെ കൃപ. അവർക്ക് ആ സമയത്ത് വലിയ മൈഗ്രെയിൻ ഒന്നും ഉണ്ടാകല്ലേ. മൈഗ്രെയിൻ ഉണ്ടാകരുതേ. തലവേദന, പനി ഇതൊന്നും ഉണ്ടാകരുതേ. ഈ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കൊടുത്തോണേ. ഈ സമയത്ത് അവിടെ മനസ്സിനെ, ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ഒന്നും സംഭവിക്കാതെ ദൈവം അവരെല്ലാം സൂക്ഷിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഇത് മാർച്ച് മാസം ഒത്തിരി പേര് കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നു കർത്താവെ. ഇയർ എൻഡിങ് ആയതുകൊണ്ട്, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി. അതിൻ്റെ പിന്നിൽ ഭയത്തോടിരിക്കുന്നവരുണ്ട്, പേടിച്ചിരിക്കുന്നവരുണ്ട്. ദൈവം അവരെയൊക്കെ ബലപ്പെടുത്തണേ കർത്താവേ. കുടിയൊഴിക്കപ്പെടും, ജപ്തി ചെയ്യപ്പെടും എന്നൊക്കെ പറയുന്ന ഭയപ്പെടുന്നവർ, ദൈവമേ വഴി തുറക്കണേ. ദൈവമേ വഴി തുറക്കണേ. ദൈവമേ വഴി തുറക്കണമേ. ആരും അടയ്ക്കാതെ വേണം തുറക്കാൻ കഴിയുള്ള ദൈവമേ. ഒരു വഴി അടയുമ്പോൾ 1000 വഴി തുറക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ. ഒരു വഴി അടഞ്ഞവർക്ക് 1000 വഴി തുറക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ. വഴികളെ തുറക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻ്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നോക്കുന്നവർ, അവർക്ക് വേണ്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കൂടപ്പുറപ്പുകൾ, ജീവിത പങ്കാളികൾ, ദൈവമേ ദൈവമേ ദൈവമേ, രോഗികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവേ സൗഖ്യത്തിൻ്റെ ശക്തി കരം നീട്ടണേ. സൗഖ്യമാക്കാൻ നിന്റെ കരം നീട്ടണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങളാൽ അങ്ങയുടെ കരം നീട്ടണമേ, തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളുള്ളവർ, പിരിഞ്ഞിരിക്കുന്നവർ, കേസുകൾ നടക്കുന്നവർ, ഒരു കുടുംബങ്ങളും പിരിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിപ്പിക്കണേ. അവിടെ കഠിന മനസ്സുകളോട് ഇടപെടണമേ. എല്ലാവരുടെ മനസ്സ് അലിയണമേ, മെൽറ്റ് ചെയ്യണമേ, ഒരുമിപ്പിക്കണമേ, സ്നേഹത്തിൽ ജീവിപ്പാനിടയാക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ. ഈ പ്രാർത്ഥനാ മാസത്തെ ഞങ്ങൾ പ്രസംഗിക്കുകയല്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയുടെ കർത്താവേ. അധികം പ്രസംഗിക്കുന്നതിനേക്കാൾ അധികം പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടാം. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പണിയണമേ. പത്രോസ് പ്രാർത്ഥിക്കാൻ പെൺപാടത്തിൽ കയറിയതുപോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാൻ, യോബ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാൻ, ഇടിനിന്ന് പ്രാർത്ഥിപ്പാൻ, എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്ന പോലെ പോരാടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ നമ്മൾക്കായി നന്ദി. ജനത്തെ എല്ലാം അനുഗ്രഹിക്കണേ. പൗരുഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാ ആവശ്യങ്ങളെയും നടത്തണേ കർത്താവേ. നാളിതുവരെ നടത്തിയല്ലോ വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ. ദൈവം അതിനുവേണ്ടി വഴി തുറക്കണമേ. സഹായിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. അവിടെ കരങ്ങൾക്ക് ദൈവം നിറച്ചു കൊടുക്കണേ. അവിടെ ബുദ്ധിമുട്ടുകളെ ദൈവം മാറ്റണമേ. എളിവിനാ ഞാൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു.
എല്ലാ ടീമിനെ ഏൽപ്പിക്കുന്നു. താലൂക്ക് തല പ്രാർത്ഥനാ സംഗമങ്ങളെ പ്രത്യേകം ഏൽപ്പിക്കുന്നു. അതൊരു വലിയ ഉണർവായി മാറുവാനിടയാക്കണം. സമർപ്പിക്കുന്നു. ദേശത്ത് വലിയ ഉണർവുണ്ടാകട്ടെ. പ്രാർത്ഥനാ മാസത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരും അധികം പ്രാർത്ഥിപ്പാനിടയെ ഈ മാസം പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളും അധികം പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാക്കണമേ. ഒരത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകണമെന്ന് പ്രാർത്ഥന ഞങ്ങളുടെ പ്രയർ ടീമിലൊക്കെ വിളിക്കുന്നവരുടെ കർത്താവെ, അവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കണം കർത്താവെ, അത്ഭുത സാക്ഷ്യങ്ങൾ. അതിനുവേണ്ടി ഞങ്ങൾ ആവലോടെ കാത്തിരിക്കുന്നു. സഹായിച്ചാട്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.